ഹലോ മച്ചാന്മാരെ, മലപ്പുറം മച്ചാന്റെ ഫാമിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടർക്കി കോഴിയെക്കുറിച്ചാണ്. വളർത്തിയാൽ എന്ത് ഗുണം? രോഗം വരുമോ? ഒരു ഫാമിൽ ഒരെണ്ണമുണ്ടെങ്കിൽ എന്ത് മാറ്റമുണ്ടാകും? ഒന്നാമത്തെ ഗുണം ഇറച്ചി. ടർക്കി ഇറച്ചിയിൽ 24% പ്രോട്ടീൻ ഉണ്ട്. കൊഴുപ്പ് വെറും 6.6% മാത്രം. ഇത് നമ്മുടെ നാടൻ കോഴിയേക്കാൾ ലീനാണ്, ഹൃദയത്തിന് നല്ലതാണ്. രണ്ടാമത്തെ ഗുണം മുട്ട. ഒരു ടർക്കി മുട്ടയ്ക്ക് 85 ഗ്രാം തൂക്കം വരും. വർഷത്തിൽ 60 മുതൽ 100 വരെ മുട്ട കിട്ടും. മൂന്നാമത് ഇത് ഫാമിന്റെ കാവൽക്കാരനാണ്. പാമ്പ്, പാറ്റ, ചെള്ള്, പുഴു ഇതെല്ലാം തിന്നു തീർക്കും. തീറ്റ ചിലവ് പകുതിയായി കുറയും. നാലാമത് വരുമാനം. ഒരു വളർന്ന ടർക്കിക്ക് 6 മുതൽ 8 കിലോ വരെ തൂക്കം വരും. പെരുന്നാളിനും ക്രിസ്മസിനും നല്ല വില കിട്ടും. അഞ്ചാമത് വളം. ഇതിന്റെ കാഷ്ടം നൈട്രജൻ കൂടുതലുള്ളതാണ്, വാഴയ്ക്കും പച്ചക്കറിക്കും ഒന്നാന്തരം. ഇനി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, രോഗം വരുമോ? ടർക്കി കോഴിയേക്കാൾ പ്രതിരോധശേഷി കൂടുതലുള്ളതാണ്. മാരക്സ് ഡിസീസ്, ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസ് എന്നിവ വരില്ല. റാണികേത്, കോക്സിഡിയോസിസ് വന്നാലും വളരെ ലഘുവായിട്ടേ വരൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട രോഗങ്ങളുണ്ട്: ഫൗൾ കോളറ, ഫൗൾ പോക്സ്, എറിസിബെലാസ്. പ്രതിരോധത്തിന് വേണ്ടത് 3 കാര്യങ്ങൾ മാത്രം. 1. വൃത്തിയുള്ള കൂടും നല്ല വെള്ളവും. 2. മാസത്തിലൊരിക്കൽ വിരമരുന്ന്. 3. കൃത്യമായ വാക്സിൻ. ആദ്യ ദിവസം 1. 4-ാം ആഴ്ച ഫൗൾ പോക്സ്. 6-ാം ആഴ്ച NDR2B. 8 മുതൽ 10 ആഴ്ച കോളറ വാക്സിൻ. ഒരു ഫാമിൽ ഒരു ടർക്കി മതി. ഇത് അലാറം പോലെ ശബ്ദമുണ്ടാക്കും, കള്ളൻ വന്നാൽ അറിയാം. ഫ്രീ റേഞ്ചായി വിട്ടാൽ ഒരു ഏക്കറിൽ 200 എണ്ണം വരെ വളർത്താം. കേരളത്തിലെ ചൂടിന് ഏറ്റവും പറ്റിയത് വൈറ്റ് ഹോളണ്ട്, ബ്രോഡ് ബ്രെസ്റ്റഡ് വൈറ്റ് എന്നീ ഇനങ്ങളാണ്. അപ്പോൾ മനസ്സിലായില്ലേ മച്ചാന്മാരെ, ടർക്കി വെറും അലങ്കാരമല്ല. ഇത് ഫാമിന്റെ ഡോക്ടറും സെക്യൂരിറ്റിയും വരുമാന മാർഗവുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെൽ ഐക്കൺ കൂടി ഓൺ ആക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.